തൃശ്ശൂരിൽ വീണ്ടും ക്രൂരമായ പോലീസ് അതിക്രമം എന്നാണ് പരാതി. ഓട്ടോറിക്ഷ ഡ്രൈവർ അഖിൽ യേശുദാസനാണ് ക്രൂരമായ മർദ്ദനമേറ്റത്. അന്തിക്കാട് SI ആയിരുന്ന അരിസ്റ്റോട്ടിൽ മർദ്ദിച്ചു എന്നാണ് പരാതി. ബൈക്ക് യാത്രക്കാരനെ ഇടിച്ചിട്ടത് അഖിൽ എന്ന സംശയത്തിൽ വിളിച്ചു വരുത്തി മർദ്ദിച്ചു എന്നാണ് ആരോപണം. എൻ്റെ അപ്പൻ എന്നെ അനുകൂലിച്ച് പറയുന്ന സമയത്ത് എൻ്റെ അപ്പനെ ആള് തെറി പറയണു. നീങ്ങി നിൽക്കണ നായെന്ന് പറഞ്ഞിട്ട് എൻ്റെ അപ്പനെ ആള് തെറി പറയണം. അപ്പോൾ ഞാൻ ചോദിച്ചു, സാർ എന്തിനാണ് എൻ്റെ അപ്പനെ തെറി പറയണത്, എൻ്റെ വണ്ടി തട്ടിയിട്ടില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ആ സമയത്ത് അയാൾ എൻ്റെ മൊബൈൽ ഫോണും അതുപോലെ തന്നെ വണ്ടിയുടെ ചാവിയും പിടിച്ചിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ചേർത്തടിക്കണം. അപ്പോൾ എൻ്റെ കൈമ ഒരു റിങ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ റിങ് കൊണ്ട് അയാളുടെ മൂക്ക് ജസ്റ്റ് ഇഞ്ചേർഡായി. അപ്പോൾ SIനെ മർദ്ദിക്കുന്നു എന്നുള്ള രീതിയിൽ അവരാക്കി തീർത്ത് അവിടുത്തെ പോലീസുകാരൊക്കെ കൂടി 4-4.5 മണിക്കൂർ നേരം എന്നെ വിലം കെട്ട് മർദ്ദിച്ചു. ഏറ്റവും കൂടുതൽ മർദ്ദിച്ചത് CPO വിനോദാണ്. അയാൾ ആ സമയത്ത് ഡ്രങ്കണായിരുന്നു. ആ സമയത്ത് അവിടെ മദ്യപിച്ചിട്ടാണ് അയാൾ നിൽക്കുന്നുണ്ടായിരുന്നത്. പരിക്കേറ്റ അഖിൽ നാളെ ശസ്ത്രക്രിയയ്ക്ക് വിധേയനാകും. അമൽ സുരേന്ദ്രൻ വിവരങ്ങൾ നൽകും തൃശ്ശൂരിൽ നിന്ന്. അമൽ, ഇതെപ്പോഴായിരുന്നു ഈ സംഭവം? മറ്റു വിശദാംശങ്ങൾ എന്താണ്? ഇവർ നേരത്തെ എവിടെയെങ്കിലും പരാതി കൊടുക്കുകയോ എന്തെങ്കിലും അന്വേഷണം നടക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടോ ഈ വിഷയത്തിൽ? വിജയകുമാർ, കഴിഞ്ഞ വർഷം സെപ്റ്റംബർ 30-നാണ് ഈ ഒരു സംഭവം ഉണ്ടാകുന്നത്. അന്തിക്കാട് പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി അഖിൽ യേശുദാസ് എന്ന യുവാവിനെ അതിക്രൂരമായിട്ട് മർദ്ദിക്കുകയാണ് എന്നാണ് അദ്ദേഹം നമ്മളോടിപ്പോൾ പറഞ്ഞത്. തൻ്റെ മരണമൊഴിയായി ഇത് കണക്കാക്കണം എന്നൊക്കെ അങ്ങേയറ്റം വികാരത്തോടു കൂടിയാണ് അദ്ദേഹം നമ്മളോട് സംസാരിക്കുന്നത്. ഏകദേശം 1 വർഷത്തിൻ്റെ അപ്പുറം നടന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇത്ര കാലത്തിന് ശേഷം ഇങ്ങനെയൊരു ആരോപണം അല്ലെങ്കിൽ ഇങ്ങനെയൊരു കാര്യം സംഭവിച്ചുവെന്ന് പൊതുസമൂഹത്തോട് വെളിപ്പെടുത്താനുള്ള ഒരു സാഹചര്യം എന്ന് പറയുന്നത് നാളെ അദ്ദേഹത്തിന് ശസ്ത്രക്രിയയാണ്. തനിക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ അത് ഒരുപക്ഷെ ഇത് പുറം ലോകം അറിയാതെ പോകും. അങ്ങനെ സംഭവിക്കരുത്. യഥാർത്ഥത്തിൽ ഈ മർദ്ദനത്തിന്റെ ഭാഗമായാണ് ഇദ്ദേഹത്തിന്റെ ശ്വാസകോശത്തിനും ആന്തരിക അവയവങ്ങൾക്കും ഗുരുതരമായിട്ടുള്ള ആഘാതം ഉണ്ടാവുകയും കഴിഞ്ഞ 1 വർഷമായിട്ട് അതിന്റെ ചികിത്സയിലാണ് ഈ യുവാവ് കടന്നു പോകുന്നത്. ഇദ്ദേഹത്തിന് ജോലി ചെയ്യാൻ സാധിക്കുന്നില്ല. നല്ല രീതിയിലുള്ള വിദ്യാഭ്യാസം നേടിയ ഒരാളാണ്. BCom-നും അപ്പുറം പഠിച്ച ഒരാളാണ്. അദ്ദേഹത്തിന് മറ്റൊരു ജോലിക്കും പോകാൻ പറ്റാത്തൊരു സ്ഥിതിഗതിയാണുള്ളത്. കുടുംബത്തിന്റെ പശ്ചാത്തലം എന്ന് പറയുന്നത് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ഒരു കുടുംബമാണ്. അച്ഛനായിട്ടുള്ള യേശുദാസ് ഓട്ടോ ഓടിച്ച് കിട്ടുന്ന തുച്ഛമായ വേതനം കൊണ്ടാണ് ഈ ഒരു കുടുംബത്തിന്റെ ഉപജീവന മാർഗം എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ പോകുന്ന ഒരു കുടുംബത്തിനാണ് ഈ ഒരു ദുർഗതി ഉണ്ടായിരിക്കുന്നത്. അന്തിക്കാട് സ്റ്റേഷനിൽ വെച്ച് അന്നത്തെ SI ആയിരുന്ന അരിസ്റ്റോട്ടിലും CPO ആയിരുന്ന വിനോദും തന്നെ അതിക്രൂരമായി മർദ്ദിച്ചു എന്നാണ് വിനോദ് പറയുന്നത്. ഈ ഒരു ഓട്ടോ വഴിയിൽ വെച്ച് ഒരു ബൈക്ക് യാത്രക്കാരനെ ഇടിക്കുന്നു എന്നൊരു പരാതി ലഭിക്കുകയും ആ ഓട്ടോ യഥാർത്ഥത്തിൽ അഖിലാണ് ഓടിച്ചിരുന്നത് എന്നൊരു ആരോപണം പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും എന്നാൽ അഖിൽ അത് നിഷേധിക്കുകയും യഥാർത്ഥത്തിൽ താനല്ല ഓട്ടോ ഓടിച്ചിരുന്നത്, തൻ്റെ ഓട്ടോയുമല്ല, തൻ്റെ അച്ഛനൊരു ഓട്ടോ ഉണ്ടായിരുന്നു, പക്ഷേ ആ ഓട്ടോയല്ല ഇടിച്ചത് എന്ന് CCTV ദൃശ്യങ്ങൾ വെച്ച് സ്ഥാപിക്കുകയും ചെയ്തു. അതിനുശേഷവും ഈ ഒരു തങ്ങൾക്ക് അബദ്ധം പറ്റിപ്പോയി എന്ന് പോലീസിന് മനസ്സിലാക്കിയെങ്കിലും ഭീഷണി തുടരുകയായിരുന്നു പോലീസ് ചെയ്തത്. നിന്നെ കഞ്ചാവ് കേസിൽ ഉൾപ്പെടുത്തും, നിന്റെ കുടുംബം തുലച്ചു കളയും, ഞങ്ങൾക്കെതിരെ പരാതിയുമായി പോയാൽ നിന്നെ ജോലി ചെയ്ത് ജീവിക്കാൻ അനുവദിക്കില്ല തുടങ്ങിയ ഒരു പ്രതികരണങ്ങൾ അല്ലെങ്കിൽ ഭീഷണികളാണ് പോലീസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത് എന്നാണ് അഖിലും ആ കുടുംബവും അല്പസമയം മുൻപ് നമ്മളോട് പറഞ്ഞത്. ഇതേ തുടർന്ന് കാണേണ്ട ഗൗരവമായൊരു കാര്യം എന്ന് പറയുന്നത് DYSP അടക്കമുള്ള ആളുകൾ, ഉന്നത ഉദ്യോഗസ്ഥർ ഈ കേസിനെ ഒതുക്കി തീർക്കാനുള്ള ഒരു ശ്രമം നടത്തുകയുണ്ടായി. പരാതിയുമായി മുന്നോട്ട് പോകരുത്, ഇത് നിങ്ങൾക്ക് തന്നെ ആപത്തായി വരും എന്നുള്ള തരത്തിൽ രമ്യതയിലേക്ക് ഈ ഒരു കേസിനെ കൊണ്ടുപോയി എത്തിക്കാനാണ് പോലീസ് ഉന്നത ഉദ്യോഗസ്ഥർ പോലും ശ്രമിച്ചത്. പക്ഷേ അന്നത്തെ ആ മർദ്ദനത്തിന്റെ ആഘാതം ഇപ്പോഴും ആ കുടുംബത്തെ വിട്ടുമാറിയിട്ടില്ല. അഖിലിന്റെ കുടുംബ ജീവിതത്തെ തന്നെ, ഭാര്യയും ഒരു കുട്ടിയുമുള്ള ആളാണ് അഖിൽ, അയാളുടെ കുടുംബ ജീവിതത്തെ തന്നെ അത് ഉലച്ചു കളഞ്ഞിരിക്കുകയാണ്. മറ്റൊരു ജോലിക്ക് പോകാനും അയാൾക്ക് സാധിക്കുന്നില്ല. അങ്ങനെ ഇരിക്കുകയാണ് നാളെ ശ്വാസകോശത്തിന് തൃശ്ശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ച് ശസ്ത്രക്രിയ നടക്കാനിരിക്കുന്നത്. വിജയകുമാർ. അമൽ സുരേന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത് തൃശ്ശൂരിൽ നിന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.